ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രവൃത്തി, ഊർജം, പവർ എന്നിവയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രവൃത്തി എന്താണെന്നാണ്. അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ബലം പ്രയോഗിച്ച ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിനെ ആ ബലം പ്രയോഗിച്ച ദിശയിൽ ഒരു സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ അവിടെ നമ്മൾ പ്രവൃത്തി നടന്നു എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ജൂളാണ്. ഇനി പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരം. അതായത് ആ വസ്തുവിൽ പ്രയോഗിച്ച ബലത്തിൻ്റെയും ആ പ്രയോഗിച്ച ബലത്തിൻ്റെ ഫലമായി ആ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണ് നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ യൂണിറ്റും ഏത് തന്നെയാണ്? ജൂള് തന്നെയാണ്. എന്നാൽ ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ചോദിക്കാറുണ്ട്. അതെന്താണ്? എർഗാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണെന്ന് ചോദിച്ചാൽ 10⁻⁷ എർഗാണ്. ഓക്കെ, 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് യങ് ആണ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് യങ് ആണ്. ഊർജ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ഐൻസ്റ്റീൻ ആണ്. എന്താണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതായത് ഊർജം എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഒരു രൂപത്തിൽ നിന്നും അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്നാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സ്ഥിതികോർജം അല്ലെ. അതായത് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണെന്ത്? സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണെന്ത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം കാണാനുള്ള സമവാക്യം mgh ആണ്. അതിൽ m എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മാസും, g എന്ന് പറയുന്നത് ഭൂഗുരുത്വ ത്വരണവും, h എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ സ്ഥാനത്തിൻ്റെ ഉയരവുമാണ്. ഓക്കെ, വസ്തുവിൻ്റെ സ്ഥാനത്തിൻ്റെ ആ വസ്തുവിനെ സ്ഥാപിച്ചിരിക്കുന്ന ഉയരമാണെന്ത്? h എന്ന് പറയുന്നത്. ഇപ്പോൾ mgh ആണ് സ്ഥിതികോർജം കാണാനുള്ള ഇക്വേഷൻ. ഇവ മൂന്നിൻ്റെയും ഗുണനഫലമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഗതികോർജമാണ്. ഒരു വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗതികോർജമാണ്. വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? ½ mv². അതിൽ m എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വസ്തുവിൻ്റെ മാസിനെയാണ് m എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. v എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് അല്ലേ. വസ്തുവിന് ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. അതുകൊണ്ട് തന്നെ വസ്തുവിന് ചലനം വേണമെങ്കിൽ അവിടെ എന്ത് വേണം? വെലോസിറ്റി വേണം. അപ്പോൾ വസ്തുവിൻ്റെ വെലോസിറ്റി അതേപോലെ മാസ് എന്നിവയാണ് എന്ത് ചെയ്യുന്നത്? ഗതികോർജം ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്ത്? ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. അങ്ങനെയെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലായാൽ അവിടെ ഗതികോർജം 0 കാരണം എന്താ? നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിന് പ്രവേഗം 0 അല്ലെങ്കിൽ വെലോസിറ്റി 0 അത് ചലിക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിശ്ചലാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വസ്തുവിന് എന്തായിരിക്കും? ഗതികോർജവും 0 എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പവറാണ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇനി പരിമാണം മാത്രമുള്ളതും ദിശ ഇല്ലാത്തതുമായ ഒരു അദിശ അളവാണ് പവർ. നമ്മൾ പറഞ്ഞു അദിശ അളവ് എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല? ദിശ ഉണ്ടാവില്ല, പരിമാണം അല്ലെങ്കിൽ അളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലൊരു അളവാണ് ഇത്? പവർ എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. അദിശ അളവിന് ഉദാഹരണമാണ് പവർ. പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് എന്നാണ്. ഇനി
പവറിൻ്റെ മറ്റൊരു യൂണിറ്റാണ് ഇത് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ. പവറിൻ്റെ മറ്റൊരു യൂണിറ്റാണ് കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എത്ര വാട്ടാണെന്ന് ചോദിച്ചാൽ അത് 746 വാട്ടാണ്. അപ്പോൾ 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 0.75 കിലോ വാട്ടാണ്. ഓക്കെ, 0.75 കിലോ വാട്ട് അല്ലെങ്കിൽ 746 വാട്ടാണ് എന്ത് ഒരു ഹോഴ്സ് പവർ, ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഉത്തോലകങ്ങളെ കുറിച്ചാണ്. ഉത്തോലകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളെയാണ് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉത്തോലകങ്ങൾക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്: ധാരം, രോധം, യത്നം. ഉത്തോലകങ്ങളുടെ പ്രധാന ഭാഗങ്ങളാണ് ഏതൊക്കെ? ധാരം, രോധം, യത്നം എന്ന് പറയുന്നത്. ഇനി എന്താണ് ധാരം എന്ന് പറയുന്നത്? ഉത്തോലകം തിരിയാൻ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്ഥിര ബിന്ദു ഉണ്ട്, അതിനെയാണ് ധാരം എന്ന് പറയുന്നത്. ഉത്തോലകം തിരിയാൻ ആധാരമാക്കിയിട്ടുള്ള സ്ഥിര ബിന്ദുവിനെയാണ് നമ്മൾ എന്തു പറയാം? ധാരം എന്ന് പറയുന്നത്. ഇനി യത്നം എന്താണ്? യത്നം എന്ന് പറയുന്നത് നമ്മൾ ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം, അല്ലെ? യത്നം എന്ന് പറയുന്നത് ഉത്തോലകത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ യത്നം എന്ന് പറയുന്നത്. ഇനി രോധം എന്താണ്? ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ഒരു ബലമുണ്ട്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരം, രോധം, യത്നം എന്നിവയാണ് ഉത്തോലകത്തിന്റെ 3 പ്രധാന ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തോലകങ്ങളെ 3ആയിട്ട് തിരിക്കാം. ഓക്കെ, ധാരത്തിൻ്റെയും രോധത്തിൻ്റെയും യത്നത്തിൻ്റെയും സ്ഥാനത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തോലകങ്ങളെ 3ആയിട്ട് തിരിക്കാം. അവ ഏതൊക്കെയാണ്? 1ാം വർഗ ഉത്തോലകങ്ങൾ, 2ാം വർഗ ഉത്തോലകങ്ങൾ, അതേപോലെ 3ാം വർഗ ഉത്തോലകങ്ങൾ. 1ാം വർഗ ഉത്തോലകങ്ങൾ, 2ാം വർഗ ഉത്തോലകങ്ങൾ, അതേപോലെ 3ാം വർഗ ഉത്തോലകങ്ങൾ. 1ാം വർഗ ഉത്തോലകത്തിൽ എവിടെയാണ് ധാരം എന്ന് പറയുന്നത്? ധാരം മധ്യത്തിൽ വരുന്ന ഉത്തോലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1ാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. 2ാം വർഗ ഉത്തോലകത്തിൽ രോധം മധ്യത്തിൽ വരുന്ന ഉത്തോലകങ്ങളെയാണ് നമ്മൾ 2ാം വർഗ ഉത്തോലകങ്ങൾ പെടുത്തുന്നത്. ഇനി 3ാം വർഗ ഉത്തോലകത്തിൽ യത്നം മധ്യത്തിൽ വരുന്ന ഉത്തോലകങ്ങളാണ് എന്ത്? 3ാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരം, രോധം, യത്നം എന്നിവയുടെ സ്ഥാനത്തിനനുസരിച്ച് ഉത്തോലകങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 1ാം വർഗ ഉത്തോലകങ്ങൾ. 1ാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നവ ഏത് അല്ലെങ്കിൽ പെടാത്തവ ഏത് എന്ന് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1ാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ്. സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ് എന്നിവയാണ് 1ാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ ഇത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, അത് നോക്കാം. അതായത് സീസോ പ്ലേയിൽ 1ാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികക്ക് ത്രാണിയില്ല. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് കോഡ് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാം. അപ്പോൾ സീസോ പ്ലേയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്ന് സീസോ, പ്ലേയിൽ, പ്ലെയർ. ഇനി 1ാമനായ 1ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ. ഓക്കെ, കപ്പിത്താൻ്റെ കപ്പി, നഖം വെട്ടാൻ എന്ന് പറയുമ്പോൾ നഖം വെട്ടി, കത്രികക്ക് കത്രിക തന്നെ, ത്രാണിയില്ല, ത്രാസ്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് വെച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. 1ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് 2ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പാക്കുവെട്ടി, സോഡ ഓപ്പണർ, അതേപോലെ നാരങ്ങ ഞെക്കി, വീൽ ചെയർ എന്നിവയാണ് 2ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ, അല്ലെങ്കിൽ 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അപ്പോൾ ഇത് പഠിക്കാനും ഒരു കോഡ് ഉണ്ട്. എന്താണ്? പാക്കും സോഡ നാരങ്ങയും വീൽ ചെയറിൽ. പാക്കും സോഡ നാരങ്ങയും വീൽ ചെയർ. ഒന്നുകിൽ നിങ്ങൾക്ക് കോഡ് പഠിക്കാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം? നേരിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ പാക്ക് എന്ന് പറയുമ്പോൾ പാക്ക് വെട്ടി, സോഡ നാരങ്ങ എന്ന് പറയുമ്പോൾ സോഡ ഓപ്പണറും നാരങ്ങ ഞെക്കിയും, വീൽ ചെയറിൽ എന്ന് പറയുമ്പോൾ വീൽ ചെയർ. അപ്പോൾ ഇതാണ് എന്ത്? 2ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 3ാം വർഗ ഉത്തോലകം. 3ാം വർഗ ഉത്തോലകത്തിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഐസ്റ്റോങ്സ്, ചവണ, ചൂണ്ട എന്നിവയാണ്. 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഐസ്റ്റോങ്സ്, ചവണ, ചൂണ്ട. ഓക്കെ, അതായത് 3ാം വർഗം ഐസ് ചവച്ചു എന്നൊരു കോഡ് വെച്ചിട്ട് നമുക്കിത് ഓർത്തെടുക്കാം. 3ാം വർഗം ഐസ് ചവച്ചു. അതിൽ ഐസ് എന്ന് പറയുന്നത് ഐസ്റ്റോങ്സ്, ചവച്ചു എന്നുള്ളതിൽ ചവണ, ചൂണ്ട എന്നിവ വരും.
അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നവ, രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നവ, മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പെടാത്തവ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. കോഡ് വെച്ചിട്ട് പഠിക്കാം, അതല്ലെങ്കിൽ നമുക്ക് നേരിട്ടും പഠിക്കാം.